ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വെറുതെ ഒരു പബ്ലിക് സെർവറിൽ ഇങ്ങനെ കളിക്കണമായിരുന്നു. ഇംഗ്ലീഷ് സെർവറായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ എന്താ പറയുക സുപ്രേറ്റ് ഇങ്ങനെ കളിക്കണമായിരുന്നു. അപ്പോഴത്തേക്കും ഒരു ഓഫർ വന്നു, ഒരു പോർഷെ 911 വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നോക്കിക്കേ, ഏത് പോർഷയാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് കാർ. ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്ലാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ വിങ് ഉണ്ടായിരുന്നു, പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലൈറ്റ് അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അലോയ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടാണ്. പിന്നെ കളറ് ഒരു ബ്ലാക്ക് ആയിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിരുന്നു, ഒരു മാഫിയ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ കളറിലേക്ക് ഇട്ടേക്കണതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണേ ഇതുമായിട്ട് എന്താ വെറുതെ പബ്ലിക്കിൽ ഇങ്ങനെ പോകാനാണ്. പിന്നെ നമ്മുടെ ചെറോക്കിയൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടോ ചെറോക്കി എങ്ങനെയുണ്ട്. പിന്നെ ബാക്കിയെല്ലാ കാറും ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാറായിട്ട് വെറുതെ ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ പോയി നോക്കാം. സെർവറിൽ കയറിയിട്ടുണ്ട്. ഗായ്സ്, എനിക്ക് അങ്ങനെ അടിപൊളിയുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്ക്രാച്ചാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഞാൻ നല്ലപോലെ ലോ ബോർഡാക്കി തോന്നുന്നു. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ ഒക്കെ കാണിച്ചത്, ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ. അതിതാ ഗായ്സ്, കാറ് സുപ്ര ഇങ്ങനെ ഓഫ് റോഡ് കാർ പോലെ വെച്ചേക്കണേ. എന്തായാലും നൈസ് പെയിൻറ്റിങ് സ്റ്റിക്കർ വർക്കാണ് ചെയ്തേക്കണേ. സുപ്ര ശരിക്കും ഇത്തിരി ലോഡായിട്ടല്ലേ ഗായ്സ് ഇരിക്കുന്നത്. നമ്മുടെ കാറ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ആ ലുക്ക് നോക്കുക ഗായ്സ്. എനിക്ക് ഈ കാർ കിട്ടിയപ്പോൾ ടയറൊക്കെ നല്ല തേഞ്ഞിട്ടാണ് കിട്ടിയത്. പിന്നെ നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ടയർ ഇടിച്ചില്ല ഗായ്സ്, അത് നമ്മുടെ ഉള്ളിൽ കൂടി കയറിപ്പോയി. പിന്നെ ടയർ ഞാൻ മാറ്റിയതാണ്. ഇവൻ ഈ കാർ എത്ര ഡോളറാണ് വിൽക്കണമെന്ന് നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും പയ്യെ ഇറങ്ങി നോക്കാം. ഈ കാർ നോക്കിക്ക് ഗായ്സിൻ്റെ നമ്മളെ എന്താ പറയുക, ഈ ഡോഡ്ജ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഫുൾ കളർഫുള്ളായിട്ട്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സിൽ കണ്ടോ ഗായ്സ്, പ്ലീസ് ബൈ മൈ കാർ എന്നോ, ബൈ എന്നല്ലേ ശരിക്കും പറഞ്ഞത്. അപ്പോൾ അത് ഇവിടെ വേറെ കിങ് എന്നൊക്കെ പറഞ്ഞൊരു കാറുണ്ട്, സൂപ്പറാണ്. ഹുഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്തിരി ടയർ ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടാണുള്ളത്. എന്നോട് ആരൊക്കെയോ 2K അയച്ചു തരാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്കറിയില്ലല്ലോ ഞാൻ ഇവരെയും പാവപ്പെട്ടവരാണ്. എൻ്റെ ലക്ക് കൊണ്ടാണ് ഗായ്സ് എങ്ങനെ ഈ കാർ കിട്ടിയത്. ഈ കാറിൻ്റെ പ്രൈസ് എത്രയെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗായ്സ്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും സെർവറിൽ പോയി നോക്കാം. ഈ സെർവറിൽ അത്ര ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഗായ്സ്, ഇതേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതേ ഒരാൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് എന്നാലും എക്സ്ചേഞ്ച് ചെയ്ത് നോക്കണോ ഗായ്സ്? വേണോ? കൊടുത്തു നോക്കാം. എന്തായാലും നമ്മുടെ സെയിം കാർ തന്നെയാണ്. നമുക്ക് ഇനി ഈ കാർ ഏതാണെന്ന് നോക്കാം. ചിലപ്പോൾ നമ്മുടെ ഫ്ലാഗൊക്കെ പോകുമായിരിക്കും ഗായ്സ്, എന്നാലും കുഴപ്പമില്ല. ഓ, ഇതും സെയിം കാർ തന്നെയാണ് ഗായ്സ്. പിന്നെ ഞാൻ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ HP കൂടുതലാണ്. നമ്മുടെ ഇതിന് 500 ഉള്ളൂ. ഇതിന് എന്താ പറയുക നോക്കട്ടെ, ഇതിന് 600 ഉണ്ട് ഗായ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം. പിന്നെ ഇതിൽ ടെർബോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ കാർ സ്റ്റോക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്തത്. ഈ കാർ ഒന്ന് ചെറുതായിട്ടൊന്ന് പണിതെടുക്കാം. നമുക്കൊരു എന്താ പറയുക, ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് ഈ കളർ വേണ്ട, കാരണം ഓൾമോസ്റ്റ് ഗായ്സ് ഈ കളർ കൊള്ളാമല്ല. ഈ കളറിൽ വെക്കാം കാറ്. പിന്നെ വിങ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആകെ ഇല്ലാത്ത ഈ ഒരു ഫ്ലാഗാണ്, അത് കുഴപ്പമില്ല ഗായ്സ്. പിന്നെ നമുക്ക് പ്ലേറ്റ് മാറ്റാം. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഇതേതാ ഞാൻ കാണിച്ചു തരാം. ഇതെന്താന്ന്, ഇതെൻ്റെ പേരാണ്. ഇതിനു മുമ്പ് എൻ്റെ പേരിലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് വെക്കാം.
അത് ഓക്കെ ഗൈസ്. പിന്നെ ലൈറ്റ് നമുക്ക് കയറ്റാം. ലൈറ്റ് ഒരു ഇതും പിന്നെ ഒരു ഗ്രീൻ അല്ല, ഒരു റെഡ് ഇട്ടിട്ട്. യെസ് ഗൈസ്. പിന്നെ നമുക്ക് വിൻഡോ ഡാർക്ക് ആക്കാം. ദിസ് ഇസ് ഗുഡ്. ഗതി. പിന്നെ വീൽസ് മാറ്റണം. ഇപ്പോൾ കിടക്കണ വീൽസ് ഇതാണ് ഗൈസ്. ഏതാ വീൽസ് ഇപ്പോൾ കിടക്കണം? ഈ വീൽസ് നല്ല നൈസായിട്ടുണ്ട്, എല്ലോ വീൽസ്. പക്ഷേ വേറെ ഏതെങ്കിലും ഇടണോ ഗൈസ്? ഇത് നൈസാണ്, പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ഇതൊക്കെ നൈസായിട്ടുണ്ട്. ഇത് ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഇത് അടിപൊളിയല്ലേ? പക്ഷെ ഇതിനും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ഈ വീൽസിൽ തന്നെ പോവാം. ഓക്കെ ഗൈസ്, ഈ വീൽസിൽ തന്നെ വയ്ക്കാം. പിന്നെ നമുക്കൊരു സ്ട്രൈപ്സ് ഇട്ടാലോ ഇവിടെ? വൈറ്റോ എഴുതിയോ? നമുക്കിങ്ങനെ ബാക്ക് വരെ ചെല്ലണം. ഒരു സ്ട്രൈപ്സ് ബ്ലാക്ക് ആക്കിയാലോ? നൈസല്ലേ? വെയിറ്റ്, നമുക്ക് കാർബൺ ഫൈബർ ഹുഡാക്കാനുള്ള ഒരു ഇതില്ല, പൈസ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കി നോക്കാം. നമുക്കൊരു ഡബിൾ ഷെയ്ഡ് കളറാക്കാം. ഇതിനാണെങ്കിൽ അധികം പൈസ ഇല്ല. നിങ്ങൾ പറ ഗൈസ്, ഈ കാറിനൊക്കെ എന്ത് കളറാ ചേരണമെന്ന്? പോർഷെ അല്ലേ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കളർ നോക്കിയാലോ? 2 hours later. ഇത് നോക്കി, പക്ഷേ ഒരു എന്താ പറയുക, ഒരു രസമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഓടിച്ചു നോക്കാം. നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഇന്ത്യൻ സർവീസ് പോയി നോക്കാം. ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും കളിക്കുമ്പോൾ ഞാൻ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഞാൻ കൂടുതൽ പോണത്, അല്ലെങ്കിൽ സെക്കൻഡ് വൺ അറബിക്കായിരിക്കും. കാരണം അറബിക്കിൽ എല്ലാവരും റിച്ച് ആയിരിക്കുന്നല്ല, അപ്പോൾ നമുക്ക് അവർക്ക് ഫ്രീ കാർസൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് നല്ല എക്സ്ചേഞ്ചും വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അറബിക്ക് ചൂസ് ചെയ്യണത്. ഇതിൻ്റെ ഇത് നമുക്ക് ഉണ്ടാകുന്ന ഗൈസ്, നമ്മുടെ ഫസ്റ്റ് പോർഷനേലും ഇത്തിരി കൂടി ഫാസ്റ്റാണിത്. കുഴപ്പമില്ല ഗൈസ്, സൂപ്പറാണ്. ഇതേ നമ്മുടെ പോർഷെ ഗൈസ്. നമുക്ക് നമ്മുടെ പോർഷനെ റേസ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് യെസ് ഗൈസ്, ഫസ്റ്റ് നവീൻ വയ്ക്കുക. ഇതെന്താ നവീൻ വയ്ക്കല്ല ഗൈസ്? നമ്മുടെ നേരെ നവീൻ വയ്ക്കാനാണ് ഇത്, പക്ഷെ അല്ല. നൈസായിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കെന്താ നോ വേ ഗൈസ്, നമ്മുടെ പോർഷനെ നമ്മുടെ ഇവിടെ വന്നല്ലോ. നമ്മളിങ്ങനെ പുറകെ അവൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ പയ്യനെ പുറകെ പോകാം. നമ്മുടെ വണ്ടിക്ക് ഇത്തിരി HP കൂടുതലായതുകൊണ്ട് ബ്രേക്കിംഗ് ഇത്തിരി പാടാണ്. പിന്നെ ടയർ മാറ്റാനായിട്ടുണ്ട് ഗൈസ്. എവിടെ പോയി അവന്? അതെ,
അവനെന്തോ പറയുന്നുണ്ട്. നമുക്ക് നമുക്ക് ഫ്രണ്ടാകാൻ പറയാം, എന്നിട്ട് നമുക്ക് ഓറഞ്ച് കളറാക്കാം. ഇതിനെ ഒന്ന് ഫ്രണ്ടാക്കട്ടെ. യെസ് ഗൈസ്, ഓ ഫ്രണ്ടാണ് ഓൾറെഡി. സോ ഞാൻ ഇപ്പോൾ നമുക്കിപ്പോൾ അവനെ ജോയിൻ ആകാം. നമ്മുടെ കാർ അവൻ്റെ സെയിം കളറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ഒരു മീറ്റപ്പ് പോലെ തയ്ക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വെറുതെ പബ്ലിക്കിൻ്റെ റിയാക്ഷൻ അറിയാനായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഒരു കളറിന് മാറ്റാം. നമ്മുടെ ഓറഞ്ച് തന്നെ ആക്കാം. യെസ് ഗായ്സ്, നമ്മളിപ്പോൾ ഇതിൽ തന്നെ നിൽക്കുന്നു. ഇനി നമുക്ക് അവനെ ജോയിൻ ആകാം. എന്താണെന്നറിയില്ല ഗായ്സ്, ഇന്ന് നെറ്റ് ഇത്തിരി സ്ലോ ആണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓ യെസ്, അവനെ കണക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവനെന്തോ അവൻ്റെ ഫ്രണ്ട്സിനെ എന്തോ വിളിക്കുന്നു തോന്നുന്നു. ഇങ്ങനെ നമുക്ക് പബ്ലിക്കിൻ്റെ റിയാക്ഷൻ അറിയാനായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് സെയിം കാർ എന്താ പറയുക, ഒരു രസമല്ലേ ഗൈസ്. അങ്ങനെ അവനവിടെ പോയി അവനെ കാണാനില്ലല്ലോ ഗൈസ്. നമുക്കെന്തായാലും നമ്മൾ അവനെ കണ്ട സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ ഇല്ല ഗൈസ്. നമുക്കപ്പോൾ ഓ അവനാണോ അവന്? അവനാണ്. കളർ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഇത്തിരി കൂടി എന്താ പറയുക, ലൈറ്റായിട്ട് എന്താ പറയുക, നല്ല തിളങ്ങുന്നുണ്ട് അവൻ്റെ. പക്ഷേ അങ്ങനെ അത്രക്കില്ല. എനിക്കാരോ നൈസ് കാർ നടത്തുന്നുണ്ട്. നമുക്ക് ഒന്ന് താങ്ക് യു പറഞ്ഞേക്കാം. നൈസായിട്ട് നമ്മളിങ്ങനെ കാർ എടുത്തിട്ടുണ്ട്. ഗൈസ്, ഞാനൊരു ഡ്രോണിലൊന്ന് ഷോട്ട് എടുത്തു. വാവ് ഗൈസ്, നല്ല രസമായിട്ടുണ്ട് ഗൈസ്. കാറാണ് രണ്ടും ഇങ്ങനെ എന്താ പറയുക, സെയിം HP എൻ്റെ കയ്യിലാണ് ഇപ്പോൾ കൂടുതൽ. കാരണം അവൻ എൻ്റെ കാറാണ് ഇപ്പോൾ അവൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമില്ല ഗൈസ്, നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചു കളിക്കുന്നതാണ്. അവനെ കൊണ്ടാ പോകണം. നമുക്ക് അവനെ പയ്യനെ ഫോളോ ചെയ്ത് നോക്കാം. ഓ വേറെ ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ട്, അവൻ ലെഫ്റ്റായി ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് അവിടം വരെ പോയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എന്താ പറയുക, സെല്ലിങ് പോയിന്റ് ഇല്ല, അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞാൻ ഇങ്ങനെ ഇന്ന് എൻ്റെ ഒരു ലക്കായിരുന്നു ഗൈസ് ഈ കാർ കിട്ടിയത്. ഐ മീൻ ആ കാറ് ശരിക്കും ഇത് രണ്ടും ഒരേതാണ്. അപ്പോൾ ഞാൻ ഈ കാർ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഓഫർ കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. ഓ ഗൈസ്, അടി ഒരയോ, സ്റ്റക്കാവോ? സ്റ്റക്കായി ഗൈസ്. നമുക്ക് എന്നാലും ഇങ്ങോട്ട് പോകാം. ഒരു ഡോഡ്ജ് ഉണ്ട്, നൈസായിട്ടൊരു ഡോഡ്ജാണ്. ഇതേതാ ഗൈസ്? ഒരു BMW M3 ഇവിടെ കിടക്കുന്നുണ്ട്, ക്ലാസിക്. വേറെ കുറെ ഒന്നിടിച്ചല്ല. ഇവിടെ ഒരു സിവിക് ഉണ്ട്, ഒരു പഴയ ജസ്റ്റ് മിസ് ഗൈസ്. വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. എന്തായാലും അവനൊന്ന് വണ്ടി ഒന്ന് ഓടിക്കാൻ കൊടുക്കട്ടെ. അവനൊന്ന് ഓടിച്ചാക്കട്ടെ. അവൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. അവൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവന് ഡ്രിഫ്റ്റ് നല്ല നല്ല ഡ്രിഫ്റ്റ് ചെയ്യുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഈ M3 അവൻ്റെ ആണ് അങ്ങനെ. അവൻ്റെ M3 നൈസായിട്ടുണ്ട്.
ഇവ നമ്മുടെ ഫ്രണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.